ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ നൽകുന്ന ഒരു 5 ചീരകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതും അത് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ചീരകളാണ്. ഇത് ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത ചീരകളാണ്, അതാണ് പ്രത്യേകത. അതായത് നമ്മളിത് ഭയങ്കരമായി ശുശ്രൂഷിച്ച് വളർത്തൊന്നും വേണ്ട, വെറുതെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ ഉണ്ടാവുന്ന ഒരു 5 തരത്തിലുള്ള ചീരകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ ഇതിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഞാനിത് 5 ചീരകളെ ഒന്നിച്ച് കാണിച്ചു തരുന്നതെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചീര ഈ പച്ചച്ചീര തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഈ ചുവന്ന ചീരയുടെ ഒരു വെറൈറ്റിയാണ് പച്ചച്ചീര. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഇത് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് പൂവൊന്ന് അത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പൂവൊന്ന് മൂത്ത് കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിത്ത് ഇടയ്ക്കിടയ്ക്ക് മുളച്ച് വന്ന് തൈയായി നമുക്ക് ഇപ്പോഴും ചീര കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇടയ്ക്ക് വളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചാണകമോ അല്ലെങ്കിൽ ജൈവ സ്ലറി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ശക്തിയിൽ വളർന്നു വരും. അപ്പോൾ പിന്നെ നമുക്ക് ഒരിക്കൽ അത് വളർന്ന് പോയിട്ടുള്ള സ്ഥലത്തുനിന്ന് ഈ ചീര ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അങ്ങനെയുള്ള ഒരു ചീര വെറൈറ്റിയാണ് ഈ പച്ചച്ചീര. ഞാൻ നോക്കുമ്പോൾ ചുവന്ന ചീരയേക്കാളും നല്ല കരുത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പച്ചച്ചീര നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് കിട്ടും നമുക്ക്. ചിലപ്പോൾ ഇതിൽ പുഴു വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ പറയുന്ന മരുന്നുകളൊക്കെ നമ്മളിതിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവാറില്ല. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ഈ പറയുന്ന പുഴുക്കൾക്കും കായ്ച്ചയ്ക്കും മണ്ണിരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്, ജൈവ മരുന്നുകൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ചീര വെറൈറ്റി. പിന്നെ രണ്ടാമത്തെ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഈ സാമ്പാർ ചീര അല്ലെങ്കിൽ കൊഴുപ്പച്ചീര എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഈ രണ്ടാമത്തെ ചീര വിഭാഗം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്ത് വീണ് നല്ല പോലെ സ്പ്രെഡായി കാട് പോലെ ഉണ്ടാവും. കണ്ടോ, ഇതൊക്കെ തന്നെ ഉണ്ടായി വരുന്നതാണ്, ഞാനിത് നടുന്നതൊന്നുമല്ല. കണ്ടോ, ഇതുപോലെ പൂവുണ്ടാവും. ഈ പൂവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കായ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഈ കായ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്ത് വന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ വിത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡായിട്ടാണ്